ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കൂട്ടത്തിൽ പലരും കാണും ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊടുക്കും. ഏതെങ്കിലും ഒരു പോയിന്റ് ആ കോഴ്സ് നിർത്തേണ്ടി വന്നാൽ ഫുൾ ഫീസ് അടച്ചെങ്കിൽ മാത്രമേ ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് റിലീവ് ചെയ്യത്തുള്ളൂ എന്ന് പറയുമ്പോൾ എൻറ്റയർലി ട്രാപ്ഡ് ആവും, പെട്ടുപോകും, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിരിക്കുന്ന പലരും കാണും. സോ അത്തരത്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. 2007 ഏപ്രിൽ 23 UGC ഇതിന് അഗൻസ്റ്റ് കൃത്യമായ ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ ഗൈഡ് ലൈൻസ് പ്രകാരം ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നതിനെക്കുറിച്ചും ഫീസ് റീഫണ്ടിങ്ങിനെ കുറിച്ചും കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. ഇത് പല സ്റ്റുഡൻസിനും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെ. ഇത് ഒരു PDF ആണ്. ഈ PDF എൻ്റെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർ ചോദിച്ചാൽ ഞാൻ DM ചെയ്ത് നൽകാം. മറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് UGCയുടെ സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്തെടുക്കാം. കിട്ടാത്തവർ DM ചെയ്താൽ അയച്ചു തരാം. കാരണം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് വീണ്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ ഈ ഗൈഡ് ലൈൻസോട് റെഫർ ചെയ്താൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സിന് പോകുമ്പോൾ ഒരു കാരണവശാലും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് റീറ്റെയിൻ ചെയ്യാൻ ആ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കാതിരിക്കുക. സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി മാത്രം കൊടുക്കുക. ഫസ്റ്റ് ഡേ ചെന്നു ഒറിജിനൽ കാണിച്ചു, ഓക്കെ ഫൈൻ, വെരിഫൈ ചെയ്തു, അന്ന് തന്നെ തിരിച്ചു വാങ്ങുക. പകരം ഒരു അറ്റസ്റ്റഡ് കോപ്പി കൊടുക്കുക അവർക്ക് സൂക്ഷിക്കാനായിട്ട്. അതുമതി ഈ ഗൈഡ് ലൈൻസ് പ്രകാരം. ഇത് കാരണത്താൽ അഡ്മിഷൻ തരത്തില്ല എന്നവർ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് UGCയിൽ പരാതിപ്പെടാം. സോ അഡ്മിഷൻ പ്രോസസ്സ് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഓൾറെഡി പെട്ടിരിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഒരു കാര്യം പറയാം. ഉദാഹരണം, 5 വർഷത്തെ ഒരു കോഴ്സിന് നിങ്ങൾ ചേരുന്നു. 5 വർഷത്തെ LLB കോഴ്സിന് നിങ്ങൾ ചേരുന്നു. 2.5 വർഷം നിങ്ങൾ പഠിച്ചു. നിയമപ്രകാരം ഈ ഗൈഡ് ലൈൻസും പ്രകാരം ആ 2.5 വർഷത്തെ ഫീസ് നിങ്ങൾ അടയ്ക്കണം. ബാക്കിയുള്ള 2.5 വർഷത്തെ ഫീസ് അടയ്ക്കണമെന്ന് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഗൈഡ് ലൈൻസ് പ്രകാരം നിങ്ങൾക്ക് പരാതി കൊടുക്കാം. നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വീണ്ടെടുക്കാവുന്നതാണ്. അതിൻ്റെ കൃത്യമായ മാനദണ്ഡം ഈ ഗൈഡ് ലൈൻസിൽ UGC മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ളൊരു കൂട്ടരെന്ന് പറഞ്ഞാൽ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നു, ക്ലാസ് തുടങ്ങി ഇത്ര ദിവസത്തിനകം കോഴ്സ് നിർത്തും, അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങാൻ ഇത്ര ദിവസത്തിനകം കോഴ്സ് നിർത്തും. ഇവർ ഫീസിൻ്റെ നല്ലൊരു തുക അഡ്വാൻസ് ആയിട്ട് അടച്ചിട്ടുണ്ടാവും. ഇത് റീഫണ്ട് ചെയ്ത് കിട്ടാനുള്ള അവകാശവും ഈ കുട്ടികൾക്കുണ്ട്. അതിൻ്റെ ഒരു ടൈം ഫ്രെയിമും കൃത്യമായി ഈ ഗൈഡ് ലൈൻസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്ലാസ് തുടങ്ങാൻ 15 ദിവസം മുമ്പ് കോഴ്സ് നിർത്തുന്നവരെക്കുറിച്ചും ക്ലാസ് തുടങ്ങി 15 ദിവസത്തിന് ശേഷം കോഴ്സ് നിർത്തുന്നതിനെക്കുറിച്ചും 16 ദിവസം തൊട്ട് 30 ദിവസത്തിനുള്ളിൽ കോഴ്സ് നിർത്തുന്നവരെക്കുറിച്ചും ഈ റീഫണ്ടിങ്ങിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടെ ഒരു പ്രോസസ്സിംഗ് ഫീസ് ഒഴിച്ച് ബാക്കി എല്ലാ തുകയും റീഫണ്ട് ചെയ്ത് നൽകണമെന്നും ഈ ഗൈഡ് ലൈൻസിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രോസസ്സിംഗ് ഫീസ് എന്ന് പറയുന്നത് മാക്സിമം 5000 രൂപയ്ക്കുള്ളിൽ കൂടാനും പാടില്ല. അതുകൂടാതെ തന്നെ ഒരു റീഫണ്ടിങ്ങിന് ആപ്ലിക്കേഷൻ ഒരു വിദ്യാർത്ഥി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 14 ദിവസത്തിനകം ആ റീഫണ്ട് നൽകിയിരിക്കണം. അല്ലാതെ 5 വർഷത്തെ കോഴ്സിന് 10 വർഷം റീഫണ്ട് വലിച്ചു നീട്ടാൻ പറ്റത്തില്ലെന്ന് കൃത്യമായി ഈ ഗൈഡ് ലൈൻസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഗൈഡ് ലൈൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്കും ബാധകമാണ്. അത് സ്പെസിഫിക്കലി ഇത് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. UGC ആക്ട് സെക്ഷൻ 3 പ്രകാരം ഈ ഗൈഡ് ലൈൻസ് ഒറിജിനൽ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചും റീഫണ്ടിനെ സംബന്ധിച്ചുമുള്ള ഗൈഡ് ലൈൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്കും ബാധകമാണ്. സോ നിങ്ങൾ പല ഫ്രണ്ട്സിനും ഇത് ആവശ്യം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആവശ്യമുള്ളവർ ചോദിക്കുക. അല്ലാത്തവർ പരാതിപ്പെടുന്നെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് റെഫർ ചെയ്ത് മാത്രം പരാതിപ്പെടുക. നിങ്ങൾക്ക് ഇതിനുള്ള ഗുണമുണ്ടാവും. സോ ടേക്ക് കെയർ.